അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ മീനില്ലാത്ത ഒരു മീൻ കറിയാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് വെച്ചാൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കുറച്ച് കോവയ്ക്കയാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കോവയ്ക്ക വെച്ചിട്ട് മീൻ കറിയുടെ അതേ ടേസ്റ്റിൽ തന്നെ ചെയ്തെടുക്കുന്ന ഒരു അടിപൊളി ഒരു കറിയാണ്. നോയമ്പൊക്കെയുള്ള സമയത്ത് നമുക്കൊരു മീൻകറിയുടെ ഒരു ടേസ്റ്റ് ഊണ് കഴിക്കാൻ മീൻകറി എന്താ പറയുന്നത് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഉപകരിക്കുന്ന ഒരു അടിപൊളി ഒരു സാധനമാണ്. അപ്പോൾ അതായത് നമ്മുടെ എന്താ പറയുന്നത് ചട്ടിയിലാണ് നമ്മൾ റെഡിയാക്കുന്നത്. കാര്യം ചട്ടിയിൽ ചെയ്താലേ സ്വാഭാവികമായ ഒരു രുചി വരത്തുള്ളൂ. പിന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കുക. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. അപ്പൊ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സാധാരണ പരിപാടികളൊക്കെ ചെയ്യാവേ. അപ്പൊ എണ്ണ ഒന്ന് ചൂടാക്കാം. അപ്പൊ നമ്മുടെ എണ്ണ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അകത്തോട്ട് നമ്മുടെ ഉലുവ സാറ് ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മള് ഇതിന്റെ അകത്ത് ഈ സമയത്ത് തന്നെ നമ്മുടെ കടുക് ഇടുന്നില്ല. കടുകൊക്കെ നമുക്ക് ലാസ്റ്റില് ഒന്ന് താളിച്ചിട്ട്. അപ്പൊ നമ്മളുണ്ടല്ലോ ഇതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ്. നമ്മൾ എടുത്തിരിക്കുന്നത് സവാള അല്ല, ചെറിയ ഉള്ളി. ഇപ്പൊ ചെറിയ ഉള്ളി ആകുമ്പോഴത്തേക്കുണ്ടല്ലോ ടേസ്റ്റ് നല്ലതായിരിക്കും. പിന്നെ ഇച്ചിരി കൊഴുപ്പൊക്കെ കിട്ടും. അപ്പൊ അതേ നമ്മുടെ കടുക് സാറന്മാരെല്ലാം കടുകല്ല ഉലുവ എല്ലാം പൊട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ഉള്ളി അങ്ങോട്ട് ഇട്ടു കൊടുക്കാം. അപ്പൊ ഇനി നന്നായിട്ട് വഴറ്റിയില്ല. അപ്പൊ ഇതൊരു മീഡിയം അല്ല, അത്യാവശ്യം നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പൊ നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് മൂത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ അടുത്ത ഐറ്റം ചേർത്ത് കൊടുക്കാം. ചതച്ചെടുക്കാം. അരിഞ്ഞെടുത്താലും കുഴപ്പമില്ല, പക്ഷെ ടേസ്റ്റ് ചതച്ചെടുക്കുന്നതിനാണ്. അപ്പൊ ഇനി ഇതും കൂടെ ഒന്ന് നമുക്ക് അതിന്റെ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പോകുന്ന ഇളക്കി കൊടുക്കും. വളരെ വേഗം തന്നെ റെഡിയാകും. കാരണം ഒന്നാമത് നമ്മുടെ ചട്ടി നല്ല ചൂടാണ്. അപ്പൊ അതുകൊണ്ട് വേഗം തന്നെ റെഡിയാകും. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ മസാലയ്ക്ക് ആവശ്യമുള്ള നമ്മുടെ എന്താ പറയുക കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് ഒരു കളറിന് കൊഴുപ്പിനൊക്കെ വേണ്ടി. പിന്നെ നമ്മുടെ സാധാ എരിവിന് മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്ര സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മൂത്ത് കരിഞ്ഞു പോലെ കരിയാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ അകത്താണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് മൂക്കട്ടെ. അപ്പോൾ നമ്മുടെ മുളക് പൊടിക്കാന്നുണ്ടല്ലോ നമ്മളൊരു സ്വല്പം വെള്ളം കൂടെ ചേർത്തായിരുന്നു. എന്നിട്ട് ഇത് നന്നായിട്ട് മൂത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ അരിഞ്ഞു വെച്ച നമ്മുടെ കോവയ്ക്കാണ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഒത്തിരി വലുപ്പത്തിലല്ല അരിഞ്ഞേക്കുന്നത്, ഒരു 4 കഷ്ണമായിട്ട് എടുത്തിരിക്കുകയാണ്. ഇത് അത്യാവശ്യം നന്നായിട്ട് എന്താ പറയുക എളുപ്പം കോവയ്ക്ക എടുക്കുക. മൂത്ത കോവയ്ക്കാണെങ്കിൽ ഒരു സുഖം കാണും. പിന്നെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഒരു ശകലം വെള്ളം കൂടെ നമുക്ക് ഇതിന് വേഗം ആവശ്യമുള്ള വെള്ളം ചേർത്ത്. ഒരുപാട് വേണ്ടേ. നമ്മൾ ഉപ്പും കാര്യങ്ങളും ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പൊ ഇത് ഇവിടെ നിന്ന് അടച്ചിട്ട് വെച്ച് ഒന്ന് വേകുന്ന സമയത്ത് നമുക്ക് അരച്ചെടുക്കാനുള്ള 2 സാധനമാണ്. അതായത് നമുക്ക് ഒരു അരമുറി നമ്മുടെ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലും പിന്നെ ഒരു 2-3 നമ്മുടെ ചുവന്നുള്ളി, ഇത്ര സാധനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് ഇത് നമുക്കൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് നല്ല അടിപൊളിയായിട്ട് വേവിച്ചു കൊടുക്കണം. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ ഇത് അരച്ചുകൊണ്ട് നമുക്ക് വരാം. അപ്പോൾ നമുക്കിത് നമ്മുടെ ചട്ടിയെ തുറന്ന് നോക്കാം. അടിപൊളി ഇത് നന്നായിട്ട് സംഭവം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിയൊക്കെ തിളച്ച് റെഡിയായി അടിപൊളിയായിട്ട്. അപ്പോൾ ആ നേരത്തെ നമ്മുടെ തേങ്ങായി അരച്ചിവിടെ സെറ്റപ്പാക്കി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആദ്യം നമുക്ക് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടംപുളി കുതിർത്തെടുത്ത വെള്ളം അതും കൂടെ അതിൻ്റെ അകത്തോട്ട് ചേർക്കുക. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കുടംപുളിയാണ് കേട്ടോ. ഇപ്പം സാധാരണ നമ്മുടെ വാളംപുളി വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ഈ കുടംപുളിയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അതെ, നമ്മൾ കുടംപുളി ചേർത്തുള്ള ഒരു മീൻകറിയുടെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഇനി നമുക്കുണ്ടല്ലോ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. പിന്നെ നമ്മൾ ഈ അരച്ച് വെച്ച് നമ്മുടെ തേങ്ങയുടെ എന്താ പറയുക അരപ്പൊടി ചേർക്കാം. ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇനി ചാറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നുകൂടെ കഴുകിയിട്ട് സ്വല്പം ഇതുണ്ടല്ലോ, അപ്പൊ അതും കൂടെ ഒന്ന് കഴുകി നമുക്ക് അതിൻ്റെ തൊട്ട് ഒഴിച്ചേക്കാം. നല്ല കുറുകിയ ഒരു കറി നമുക്ക് കിട്ടി. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടും. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർക്കാനുള്ള ഒരു താളിപ്പ് കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പൊ ഇത് പതുക്കെ അവിടെ ഇരുന്ന് എന്താ പറയുക ചെറിയ തീയിലിരുന്ന് റെഡി ആവട്ടെ. അപ്പൊ നമുക്ക് അടച്ചു വെക്കാം.
അപ്പോൾ നമ്മുടെ കറി അവിടെ നിന്ന് റെഡിയാകുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ഇതിനകത്ത് ചേർക്കാനായിട്ടുള്ള ഒരു റെഡിയാക്കി ഇത് എന്തോ മുളകൊക്കെ ഒന്ന് വറുത്ത് അതെ തന്നെ ആ സാധനം. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മള് ആദ്യമേ ഈ കറിക്കകത്ത് ഒഴിക്കുന്ന എണ്ണയില്ല, അപ്പൊ ഇതിന് താളിപ്പിനും ഇതിനും കൂടെ പപ്പാതി ചോദിച്ചു. അപ്പൊ നമുക്ക് ഒത്തിരി എണ്ണയുടെ പ്രശ്നം വരത്തില്ലല്ലോ. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ബാക്കി സാധനങ്ങൾ നമ്മുടെ ഉലുവ ഇതിനകത്ത് ഇടുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഉലുവ നമ്മൾ കറിക്കകത്ത് ഇട്ടിട്ടുണ്ട്. അതെ, നമ്മൾ വെള്ളക്കടുകാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കടുക് പൊട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ, എന്നാലും അതിന്റെ ഒരു ലയം വരുന്നത്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. മുളക് നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂത്താലേ നമ്മുടെ ഈ ഉള്ളി മൂത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ്. അപ്പൊ ആ ഒരു ടേസ്റ്റ് നമ്മുടെ കറിക്കകത്ത് കിട്ടും. അതാണ് ഇത് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് മൂക്കണം, നല്ല ഗോൾഡൻ ബ്രൗൺ ആണ്. ഇത് നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് വറ്റല് മുളക് ഇടാവേ. മുളക് ഇടുമ്പോൾ ഒന്ന് മുറിച്ചിട്ടേക്ക് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഒരു 3 മുളക് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മൾ കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നന്നായിട്ട് മൂക്കട്ടെ. ഈ കടുക് ഇങ്ങനെ വറുക്കുന്നതിന് നല്ലൊരു മണമായിരിക്കും, അടിപൊളിയായിരിക്കും. നമ്മുടെ കറിയുടെ ഒരു ടേസ്റ്റ് ഉണ്ട് ഹൈലൈറ്റ് ചെയ്ത്. അതായത് ഈ ചുവന്നുള്ളിലാണ് അതിന്റെ കളി മുഴുവൻ ഇരിക്കുന്നത്. അപ്പൊ അതായത് നമ്മുടെ കടുകെല്ലാം പൂത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് നമ്മുടെ കറിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാവേ. അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കത് നിർത്താം. അപ്പൊ ഇത്രേ ഉള്ളു നമ്മുടെ മീനില്ല മീൻ കറി. നല്ല തേങ്ങ അരച്ച കുടംപുളി ഇട്ട നമ്മുടെ അടിപൊളി ഇതേ റെസിപ്പിയിൽ തന്നെ നമുക്ക് മീൻ ഉണ്ടെങ്കിൽ മീൻ കറി വെക്കാം. അതെ, കോവയ്ക്ക് പകരം നമുക്ക് മത്തിക്കറിയോ അയലക്കറിയോ ഒക്കെ ചെയ്യാം. അടിപൊളി ടേസ്റ്റ്. അപ്പൊ എന്തായാലും കൊള്ളാം. സംഭവം നല്ല കിടുക്കാച്ചി സാധനമാണ്, അടിപൊളി ടേസ്റ്റ് ആണ്. മീൻ നമ്മൾ ഇല്ലാത്ത ദിവസം നമുക്ക് ഈ ഒരു കറി വെച്ച് കഴിഞ്ഞാൽ ഏത് മീൻ പ്രേമികളും ഇത് കഴിച്ചോളൂ. അത്രയ്ക്ക് സംഭവം ടേസ്റ്റ് ആണ്. അപ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായവും നിർദ്ദേശവും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ടൊക്കെ ഒന്ന് എഴുതുക. പിന്നെ നമ്മുടെ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണും കാര്യങ്ങളൊക്കെ ഒന്ന് ഓൺ ചെയ്ത് അതുമൊക്കെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി വെക്കുക. ഇപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് തയ്യാറാക്കി നോക്കണം, ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. അടിപൊളി സാധനമാണ്. അപ്പോൾ നല്ല വ്യത്യസ്തമായൊരു അടിപൊളി രുചിയായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും തൽക്കാലത്തേക്ക് ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.